കൂട്ടുകാരെ നമുക്ക് നമ്മൾ ഇന്നത്തെ വാക്കുകളിലേക്ക് പോകാം. ആദ്യത്തേത് സൈൻ സിഗ്നേച്ചർ. ഈ സൈനും സിഗ്നേച്ചർ എന്താണെന്ന് നമുക്കറിയാം, പക്ഷേ ഇത് ഉപയോഗിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. നോക്കാം. ഈ സൈനിന് ഒരു വെർബ് ഫോമുണ്ട്, ഒരു നൗൺ ഫോമുണ്ട്. ഈ സിഗ്നേച്ചറിനുണ്ട് ഒരു നൗൺ ഫോം, പിന്നെയുള്ളതൊരു അഡ്ജക്റ്റീവ് ഫോമാണ്. അപ്പോൾ ഈ പല ഫോമിലും ഓരോന്നിനും ഓരോ അർത്ഥം, അതുകൊണ്ടാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. നോക്കാം. സൈൻ നമ്മൾ നൗണായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻ ഇൻഡിക്കേഷൻ എന്നാണ് അതിനർത്ഥം, അതായത് ഒരു സൂചന അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ്. വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ സിഗ്നേച്ചർ എന്നാണ് അർത്ഥം, അതായത് നമ്മുടെ കയ്യൊപ്പെന്നാണ് വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതിനർത്ഥം വരുന്നത്. നോക്കി, ഇതിൻ്റെ താഴെയുണ്ട് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഹി പോസ്റ്റഡ് സൈൻസ് ഇൻ ഓൾ ദ ഷോപ്പ് വിൻഡോസ്. അതായത് പുള്ളി പോസ്റ്റ് ചെയ്തു എന്തോ ഒരു സാധനം ഇൻ ഓൾ ദ ഷോപ്പ് വിൻഡോസ്. പുള്ളി എല്ലാ കടയുടെ വിൻഡോസിൽ എന്തോ ഒരു സാധനം പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതെന്തോ ഒരു സാധനമല്ലേ, അപ്പോൾ ഇത് നൗണാണ്. അപ്പോൾ സൈൻ നമ്മൾ നൗണായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിന് ഇൻഡിക്കേഷൻ എന്നാണ് അതിനർത്ഥം, അതായത് എന്തെങ്കിലും മുന്നറിയിപ്പ് അല്ലെങ്കിൽ സൂചന. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താ? പുള്ളി കടയുടെ വിൻഡോസിലെല്ലാം എന്തോ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ എന്തോ ഒരു സൂചന ബോർഡ് കൊണ്ടുപോയി വെച്ചു. അപ്പോൾ ഇത് കറക്റ്റ് സെൻറ്റൻസാണ്. രണ്ടാമത്തെ നോക്കി, ഹി സൈൻഡ് ഹിസ് ഡിസപ്രൂവൽ ലെറ്റർ. പുള്ളിയുടെ ഡിസപ്രൂവൽ ലെറ്റർ എന്തോ ചെയ്തു. അപ്പോൾ ഇവിടെ എന്തോ ചെയ്യുമല്ലേ, അതിനർത്ഥം അത് വെർബല്ലേ. അപ്പോൾ സൈൻ നമ്മൾ വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ അവിടെ സിഗ്നേച്ചറിന് അർത്ഥം, അതായത് കയ്യൊപ്പെന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താ? പുള്ളിയുടെ ഡിസപ്രൂവൽ ലെറ്റർ സൈൻ ചെയ്തു, അതായത് ഒപ്പിട്ടു. അപ്പോൾ ഇതും കറക്റ്റ് സെൻറ്റൻസാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നൗണായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇൻഡിക്കേഷൻ എന്നർത്ഥം, വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ കയ്യൊപ്പെന്നർത്ഥം. ഇനി സിഗ്നേച്ചറിൻ്റെ നൗൺ ഫോം സിഗ്നേച്ചർ തന്നെയാണ്, അതായത് കയ്യൊപ്പെന്ന് തന്നെയാണ് അതിൻ്റെ നൗൺ ഫോമിൽ അർത്ഥം. പക്ഷേ അഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് ഡിസ്റ്റിങ്വിഷബിൾ സ്റ്റൈലാണ് അതിനർത്ഥം, അതായത് ഒരാളെ മറ്റാൾക്കാരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്തോ ഒരു ഇത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കുക്ക്, അയാൾ ഒരു ഡിഷുണ്ട്, അയാൾ ഉണ്ടാക്കുന്ന ഒരു വിഭവമുണ്ട്, അത് പുള്ളിയുടെ മെയിൻ ഡിഷാണ്, അതായത് പുള്ളിയുടെ ഒരു മാസ്റ്റർ പീസ്. അപ്പോൾ പുള്ളി എന്ത് പറയും? ദിസ് ഇസ് മൈ സിഗ്നേച്ചർ ഡിഷ്, അതായത് ഈ ഡിഷാണ് ബാക്കി ആൾക്കാരിൽ നിന്നും എന്നെ വ്യത്യസ്തരാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും കറികളൊക്കെ വയ്ക്കുമ്പോൾ ഈ കറി അമ്മ വെച്ചാലേ ശരിയാവത്തുള്ളൂ, അല്ലെങ്കിൽ ഈ കറി അച്ഛൻ വെച്ചാലേ ശരിയാവത്തുള്ളൂ, അങ്ങനെ പറയത്തില്ലേ? അതാണ് ഈ സിഗ്നേച്ചർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇനി വേറെ എക്സാമ്പിൾ കൂടെ നോക്കാം. പുട്ട് യുവർ സൈൻ ഹിയർ. പുട്ട് യുവർ സിഗ്നേച്ചർ ഹിയർ. പ്ലീസ് സൈൻ ഹിയർ. ഈ 3 സെൻറ്റൻസ് നോക്കി. ആദ്യത്തെ സെൻറ്റൻസ് പുട്ട് യുവർ സൈൻ ഹിയർ, അതായത് ഇവിടെ നിങ്ങളുടെ സൈൻ ഇടുക, ഇവിടെ നിങ്ങളുടെ സൈൻ ഇടുക. ഇത് നൗണാണ് ഇവിടെ വരിക. അപ്പോൾ സൈൻ നമ്മൾ നൗണായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ അടയാളം എന്നർത്ഥം. അപ്പോൾ നമ്മൾ കയ്യൊപ്പ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ ആദ്യത്തെ സെൻറ്റൻസ് എഴുതുന്നതെങ്കിൽ അത് തെറ്റിപ്പോവും, ശരിയല്ലേ? രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കി, പുട്ട് യുവർ സിഗ്നേച്ചർ ഹിയർ, നിങ്ങളുടെ കയ്യൊപ്പ് ഇവിടെ ഇടുക. ഇത് കറക്റ്റ് സെൻറ്റൻസാണ്, കാരണം പുട്ട് യുവർ ഡാഷ്, എന്തെങ്കിലും ഒരു സാധനം ഇടുക. അപ്പോൾ ഇവിടെ നൗണേ വരത്തുള്ളൂ, മേളിൽ വന്ന പോലെ. അപ്പോൾ സിഗ്നേച്ചർ നൗണായിട്ട് യൂസ് ചെയ്യുമ്പോൾ സിഗ്നേച്ചർ തന്നെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇത് ശരിയാണ്. മൂന്നാമത്തെ നോക്കി, പ്ലീസ് സൈൻ ഹിയർ, ഇവിടെ ദയവ് ചെയ്ത് എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുക എന്നുള്ളൊരു അർത്ഥമല്ല ഇവിടെ വരുന്നത്, അപ്പോൾ ഇത് വെർബാണ്. അപ്പോൾ സൈൻ നമ്മൾ വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ സിഗ്നേച്ചർ എന്ന അർത്ഥം വരുന്നത്, അതായത് കയ്യൊപ്പ്. അപ്പോൾ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താ? ദയവായി ഇവിടെ നമ്മുടെ കയ്യൊപ്പ് ഇടുക. അപ്പോൾ ഇതും കറക്റ്റ് സെൻറ്റൻസാണ്. കയ്യൊപ്പ് എന്നുള്ള അർത്ഥത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യ സെൻറ്റൻസ് തെറ്റിപ്പോവും. മനസ്സിലായോ? അടുത്ത വാക്കിലേക്ക് പോവാം. സ്ട്രൈഫ്. സ്ട്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റംപ്റ്റ് ബൈ എംപ്ലോയിങ് എഫോർട്ട്, അതായത് നന്നായി പരിശ്രമിക്കുക. സ്ട്രൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് എഗ്രിമെൻ്റ് ഓർ ഹാർമണി അല്ലെങ്കിൽ ബിറ്റർ കോൺഫ്ലിക്റ്റ്, അതായത് ഒത്തുപോവാതെ വരിക, അല്ലെങ്കിൽ ആശയങ്ങൾ തമ്മിൽ ഒത്തുപോവാതെ വരിക, അഭിപ്രായങ്ങൾ തമ്മിൽ ഒത്തുപോകാതെ വരിക. അപ്പോൾ എന്തായാലും വിവാദം ഉണ്ടാവും. അപ്പോൾ ലാസ്റ്റ് മേ ബി ചിലപ്പോൾ വഴക്ക് വരെ ഉണ്ടാവും. ഇതാണ് സ്ട്രൈഫിൻ്റെ അർത്ഥം. ഇനി സ്റ്റൈഫിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്രസ് ഇൻ ഓർഡർ ടു കൺസീൽ ഓർ ഹൈഡ്, അതായത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് അതിനെ അടക്കി പിടിക്കുക. അതായത് ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും സാധനം ഒളിപ്പിക്കുന്നതാവാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോൾ കോട്ടുവ വന്ന് നമ്മൾ കോട്ടുവ അടക്കി പിടിക്കത്തില്ലേ, അതിനെ നമ്മൾ സ്റ്റൈഫിൾ എന്ന് പറയും. മനസ്സിലായോ? അടുത്ത വാക്കിലേക്ക് പോകാം. സീനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നല്ല ഭംഗി, അപ്പോൾ നമ്മൾ കിടിലൻ സീനറി എന്നൊക്കെ പറയത്തില്ലേ, ആ മീനിങ് ആണ് സീനിക്ക്. സിനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്ത് കാര്യത്തിലും ദോഷം കാണുന്നവൻ. അത് ചിലപ്പോൾ ദോഷമില്ലെങ്കിലും അയാൾ അതിൽ ദോഷം കാണും. അതുപോലെ ഇപ്പോൾ എന്താ പറയുക, ബാക്കിയുള്ളവരെ ഇങ്ങനെ കളിയാക്കാനോ പുച്ഛിക്കാനോ അപമാനിക്കാനോ വേണ്ടി മനഃപൂർവ്വം ഇങ്ങനെ പറയുന്ന ആൾ. അതായത് പുള്ളി എല്ലാവരോടത്തും അങ്ങനെയായിരിക്കും. അതുകൊണ്ടാണ് നമ്മളതിന് സിനിക് എന്ന് വിളിക്കുന്നത്. അർത്ഥം നോക്കി, സീനിക് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഓഫ് ലൊക്കേഷൻസ്, അതായത് സ്ഥലങ്ങൾക്കാണ് നമ്മൾ ഈ സംഭവം യൂസ് ചെയ്യുന്നത്. ഹാവിങ് ബ്യൂട്ടിഫുൾ നാച്ചുറൽ സീനറി, കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലം. സിനിക് എന്ന് പറഞ്ഞാൽ സമ്മൺ ഹൂ ഈസ് ക്രിട്ടിക്കൽ ഓഫ് ദ മോട്ടീവ്സ് ഓഫ് അതേഴ്സ്, അബ്യൂസിങ് വോക്കലി, എക്സ്പ്രസിങ് കണ്ടംപ്റ്റ് ഓർ റിഡിക്യൂൾ. അതായത് ബാക്കിയുള്ളവർ എന്ത് ചെയ്താലും അവരുടെ പ്രവൃത്തികളോ അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പുള്ളി ഭയങ്കരമായിട്ട് ക്രിട്ടിക്കലായിട്ട് പുള്ളി അതിനെ അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ക്രിട്ടിക്കാവും. പിന്നെ എന്താ പറയുക, അബ്യൂസിങ് വോക്കലി, അതായത് വാ കൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങ് അബ്യൂസീവ് ആയിട്ടുള്ള സംസാരം പുള്ളി പറയും. അതുപോലെ എക്സ്പ്രസിങ് കണ്ടംപ്റ്റ് ഓർ റിഡിക്യൂൾ, കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞാൽ വെറുപ്പ്, റിഡിക്യൂൾ എന്ന് പറഞ്ഞാൽ അവരെ അപമാനിക്കുക. അപ്പോൾ ഇയാൾ എപ്പോഴും അങ്ങനെയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അയാളെ സിനിക് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? അടുത്തതിലേക്ക് പോകാം. സെഡക്ഷനും സെഡിഷനും. ഈ സെഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രലോഭനം. സെഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യദ്രോഹം, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഇരിക്കുന്ന ഗവൺമെൻറ്റിനെ താഴെ ഇടാൻ വേണ്ടിയിട്ട് ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക, അതുപോലെ ആൾക്കാരെയൊക്കെ പറഞ്ഞു തിരിക്കുക. ഇങ്ങനെയുള്ള സംഭവത്തിന് നമ്മൾ സെഡിഷൻ എന്ന് പറയുന്നത്. നോക്കി, ആൻ ഇല്ലീഗൽ ആക്ഷൻ ഇൻസൈറ്റിംഗ് റെസിസ്റ്റൻസ് ടു ലോഫുൾ അതോറിറ്റി ആൻഡ് ടെൻഡിങ് ടു കോസ് ദ ഡിസ്റപ്ഷൻ ഓഫ് ഓർ ഓവർത്രോ ഓഫ് ദ ഗവൺമെൻറ്. അതായത് ഇപ്പോൾ ഉള്ള നിയമപരമായിട്ടുള്ള നമ്മുടെ അധികാരികളെ എതിർക്കുക, അതുപോലെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനെ താഴെയിടാനായിട്ടുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുക. ഇതാണ് സെഡിഷൻ്റെ അർത്ഥം. രാജ്യദ്രോഹം എന്നും പറയും. ഓക്കെ, അടുത്ത വാക്കിലേക്ക് പോകാം. പീച്ച്, പോച്ച്, പ്രീച്ച്, ഇമ്പീച്ച്. പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പീച്ച് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടുണ്ട്, ഒരു പിങ്കും യെല്ലോയും കലർന്ന ഒരു കളറുള്ള ഒരു ഫ്രൂട്ട്. പിന്നെ പീച്ചിന് വേറെ അർത്ഥം കൂടെയുണ്ട്, സുന്ദരിയായ യുവതി. പിന്നെ വേറെ അർത്ഥമുണ്ട്, അതായത് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരസ്യമാക്കുക. അതിപ്പോൾ എന്തെങ്കിലും ഈ മിലിറ്ററിയിലൊക്കെ സീക്രട്ട് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആരെങ്കിലും ആ വിവരം ചോർത്തി മറ്റുള്ളവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ പരസ്യമാക്കുക, അങ്ങനെ ഒരു അർത്ഥമുണ്ട് പീച്ചിന്. പിന്നെ പോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇല്ലീഗലായിട്ട് കാട്ടിൽ കയറി വേട്ടയാടുക. പ്രീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപ്രഭാഷണം നടത്തുക എന്നൊക്കെയാണ് അർത്ഥം. ഇമ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇമ്പീച്ച്മെൻറ്റ് ഓഫ് ദ ഗവർണർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് GK പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഉള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഒഫീഷ്യലിൻ്റെ എന്താ പറയുക, അയാളെ നമ്മൾ കുറ്റം ആരോപിക്കുക, അല്ലെങ്കിൽ ഇയാൾ ഇന്ന കൃത്രിമം നടത്തിയെന്ന് പറഞ്ഞ് അയാളെ കുറ്റം ആരോപിക്കുക, അയാളെ ചോദ്യം ചെയ്യുക, അതിനെയൊക്കെയാണല്ലോ ഇമ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ. പീച്ച്, ഡൈവേഴ്സ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഓർ സീക്രട്ട്. ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ പരസ്യമാക്കുക, കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ വളരെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ വളരെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സീക്രട്ടുകളൊക്കെ പരസ്യമാക്കുക, അതാണ് പീച്ചിൻ്റെ ഒരു മെയിൻ അർത്ഥം. പോച്ച് എന്ന് പറഞ്ഞാൽ ഹണ്ട് ഇല്ലീഗലി, അതായത് ഇല്ലീഗലായിട്ട് കാട്ടിൽ കയറി വേട്ടയാടുക. പ്രീച്ച് എന്ന് പറഞ്ഞാൽ റിലീജിയസ് അഡ്രസ്സിങ്, അതായത് മതപരമായ പ്രസംഗം. പിന്നെ അതുമാത്രമല്ല കേട്ടോ, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ ശക്തമായിട്ട് പ്രചരിപ്പിക്കുക, അതിനെയൊക്കെ നമ്മൾ പ്രീച്ച് എന്ന് പറയും. ഇമ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് എ പബ്ലിക് ഒഫീഷ്യൽ വിത്ത് ആൻ ഒഫൻസ് ഓർ മിസ് ഡിമീനർ കമ്മിറ്റഡ് വൈൽ ഇൻ ദ ഓഫീസ്. ഈ മിസ് ഡിമീനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറ്റകരമായ കാര്യം അല്ലെങ്കിൽ ശിക്ഷാർഹമായ എന്തെങ്കിലും കാര്യം, അതാണ് ഡിസ്മീനറിൻ്റെ അർത്ഥം. അതായത് ഒരു പബ്ലിക് ഒഫീഷ്യലിനെ എന്തെങ്കിലും കുറ്റം ആരോപിക്കുക അല്ലെങ്കിൽ എന്താ പറയുക, കുറ്റപ്പെടുത്തുക, എന്നിട്ട് അയാളെ വിചാരണ ചെയ്യുക, ചോദ്യം ചെയ്യുക, ഇതൊക്കെയാണ് ഇമ്പീച്ചിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്ത വാക്കിലേക്ക് പോകാം. ഫനാറ്റിക്കും ലുനാറ്റിക്കും. ഫനാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം കണ്ണടച്ചങ്ങ് വിശ്വസിക്കുക, അല്ലെങ്കിൽ ഭ്രാന്തമായിട്ട് അതങ്ങ് വിശ്വസിക്കുക, എന്നിട്ട് ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും തിരിച്ച് ചിന്തിക്കാതെ അതിൽ തന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കുക, അതാണ് ഈ ഫനാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് അന്ധമായിട്ടങ്ങ് വിശ്വസിക്കുക, പക്ഷേ അതൊക്കെ തെറ്റാണെന്ന് തെളിഞ്ഞാലും അത് തന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കുക, അതാണ് ഈ ഫനാറ്റിക്കിൻ്റെ അർത്ഥം. ലുണാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഭ്രാന്ത്, അതായത് മാനസികമായിട്ട് പ്രശ്നമുള്ള ഇതാണ് ലുണാറ്റിക്. അർത്ഥം നോക്കി, ഫനാറ്റിക് എന്ന് പറഞ്ഞാൽ മാർക്ക്ഡ് ബൈ എക്സസീവ് എന്തൂസിയാസം ഫോർ ആൻ ഇൻറ്റൻസീവ് ഡിവോഷൻ ടു എ കോസ് ഒരു ഐഡിയ, അല്ലെങ്കിൽ എന്തൊരു കാരണത്തോടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയയോടോ എക്സസീവ് ആയിട്ടുള്ള എന്തൂസിയാസം, അതായത് അമിതമായിട്ടുള്ള ആകാംക്ഷയും ഇഷ്ടവും കാര്യങ്ങളൊക്കെ. ആൻഡ് ഇൻറ്റൻസ് ഡിവോഷൻ, അതായത് ഭയങ്കരമായിട്ട് അതിലേക്ക് അങ്ങ് സമർപ്പിച്ചേക്കുക, പിന്നെ തിരിച്ചൊരു ചിന്തയില്ല, അത് ഈ സംഭവമാണ് ശരി, ഈ സംഭവമാണോ ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക, എന്നാണ് ഫനാറ്റിക് എന്ന് പറയുന്നത്. ലുനാറ്റിക് എന്ന് പറഞ്ഞാൽ ആൻ ഇൻസെയിൻ പേഴ്സൺ, അതായത് സാധാരണ മനുഷ്യപ്പുറം അല്ലാത്ത ഒരു അവസ്ഥ.
മാഡ്, അതായത് ശരിക്കും ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥ, അതിനാണ് ലൂണാറ്റിക് എന്ന് പറയുന്നത്. അടുത്തത് യുഷുററും യുസർപ്പറും. യുഷുറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഭയങ്കരമായ പലിശയ്ക്ക് കടം കൊടുക്കുന്ന ആൾ എന്നാണ് അർത്ഥം, അതായത് ബ്ലേഡ്. യുസർപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ സാധനം ഇല്ലീഗലായി തട്ടിയെടുക്കുന്ന ആൾ, അതാണ് യുസർപ്പറിൻ്റെ അർത്ഥം. നോക്കി, വൺ ഹു ലെൻസ് മണി അറ്റ് എക്സസീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഭയങ്കരമായ ഇൻട്രസ്റ്റിൽ പൈസ കടം കൊടുക്കുക. ചുരുക്കി പറഞ്ഞാൽ ബ്ലേഡ്. ഇതിൻ്റെ അർത്ഥം എന്താ? വൺ ഹു ടേക്സ് പ്ലേസ് ഓഫ് അനദർ ഇല്ലീഗൽ, അതായത് മറ്റൊരാളുടെ സാധനം ഇല്ലീഗലായി തട്ടിയെടുക്കുക, അത്രയേ ഉള്ളൂ. അടുത്തത് റിപ്രിമാൻഡ്, റിപ്രീവ്. റിപ്രിമാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവും, വഴക്ക് പറയുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക, അതാണ് റിപ്രിമാൻഡിൻ്റെ അർത്ഥം. റിപ്രീവിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷയിൽ ഒരു ഇളവ് തരിക, അല്ലെങ്കിൽ ശിക്ഷ കുറച്ച് നാളത്തേക്ക് മാറ്റി വയ്ക്കുക, അതൊക്കെയാണ് റിപ്രീവിൻ്റെ അർത്ഥം. ഈ റിപ്രിമാൻഡ് നമ്മളൊരു ഒഫീഷ്യൽ രീതിയിലായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ അർത്ഥം നോക്കാം. റിബ്യൂക്ക് ഫോർമലി, അതായത് ഫോർമലായിട്ട് ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കും, അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഹയർ ഒഫീഷ്യൽസ് നമ്മൾ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക, അതൊക്കെയാണ് റിപ്രിമാൻഡിൻ്റെ അർത്ഥം. ഒരു വഴക്ക് പറയാമെന്ന് അർത്ഥമുണ്ട് കേട്ടോ. റിപ്രീവ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ദ പണിഷ്മെൻറ്റ് ഓഫ് എ കൺവിക്റ്റഡ് ക്രിമിനൽ സച്ചസ് ആൻ എക്സിക്യൂഷൻ, അതായത് ഒരു ക്രിമിനലിൻ്റെ ശിക്ഷാ നടപടി കുറച്ച് നാളത്തേക്ക് മാറ്റിവെക്കുക. അതുപോലെ ടെമ്പററി റിലീഫ് ഫ്രം ഹാം ഓർ ഡിസ്കംഫോർട്ട്, അതായത് ഡിസ്കംഫോർട്ടിൽ നിന്നൊരു ടെമ്പററി, അതായത് കുറച്ച് നാളത്തേക്കുള്ളൊരു റിലീഫ്, അതിനാണ് അത്. അങ്ങനെ ഒരു അർത്ഥമുണ്ട് റിപ്രീവിന്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. റിക്വയർമെൻറ്റ്, പ്രൊക്യൂർമെൻറ്റ്. റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, നമ്മുടെ ആവശ്യം, അതാണ് റിക്വയർമെൻറ്റ്. പ്രൊക്യൂർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം കരസ്ഥമാക്കുക. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു ഗ്രൗണ്ട് നിർമ്മിക്കാനായിട്ട് പഞ്ചായത്ത് സ്ഥലം ഏറ്റെടുക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സ്ഥലം കണ്ടെത്തുക, അതിനൊക്കെ പ്രൊക്യൂർമെൻറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം നോക്കി. പ്രൊക്യൂർമെൻറ്റ് പറഞ്ഞത് ആക്ട് ഓഫ് ഗെറ്റിംഗ് പൊസഷൻ ഓഫ് സംതിങ്, അത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കരസ്ഥമാക്കുക, ഇതാണ് പ്രൊക്യൂർമെൻറ്റിൻ്റെ അർത്ഥം. അടുത്തത് എബോഡ്, എബോഡ് ആൻഡ് എബ്രോഡ്. ഇത് രണ്ട് ഏകദേശം ഒരേപോലെ വായിക്കുന്നത്, ഇതിന് ഇച്ചിരി വ്യത്യാസമുണ്ട്. എബോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ താമസിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ അയാൾ എവിടെ നിന്നാണ് വരുന്നത്, അതാണ് എബോഡിൻ്റെ അർത്ഥം. എബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷിപ്പിലോ ട്രെയിനിലോ പ്ലെയിനിലോ ഒക്കെ കയറുക, അതിനാണ് എബോർഡ് എന്ന് പറയുന്നത്. എബ്രോഡ് എന്ന് പറഞ്ഞാൽ പുറം രാജ്യത്തേക്കോ അല്ലെങ്കിൽ പുറം രാജ്യത്തോ, അതാണ് അതിൻ്റെ അർത്ഥം. മീനിങ് നോക്കി. എബോർഡ് എന്ന് പറഞ്ഞാൽ എനി അഡ്രസ് അറ്റ് വിച്ച് യു ഡ്വെൽ മോർ ദാൻ ടെമ്പററി. ഡ്വെൽ എന്ന് പറഞ്ഞാൽ താമസിക്കുക, അതായത് ടെമ്പററി അല്ലാതെ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലം. വേറെബോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടത്തുകാരനാണ് എവിടെ നിന്നാണ് വരുന്നത്, അതൊക്കെ. എബോർഡ് എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ്, ട്രെയിൻ, പ്ലെയിൻ ഓർ അതർ വെഹിക്കിൾ സൈഡ് ബൈ സൈഡ് പാർട്ട് ഓഫ് ഗ്രൂപ്പ്. ഓക്കെ, അതായത് ഒരു ട്രെയിനിലോ ഷിപ്പിലോ ഒക്കെ കയറുക. പിന്നെ സൈഡ് ബൈ സൈഡ് എന്നൊരു അർത്ഥമുണ്ട്, അതായത് അടുത്തിടുന്നൊരു അർത്ഥമുണ്ട്. പാർട്ട് ഓഫ് എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിലുള്ളതാണ് എന്ന അർത്ഥമുണ്ട് എബോർഡിന്. എബ്രോഡ് എന്ന് പറഞ്ഞാൽ ടു ഓർ ഇൻ എ ഫോറിൻ കൺട്രി, അതായത് ഒരു ഫോറിൻ കൺട്രിയിലേക്കോ അല്ലെങ്കിൽ ഫോറിൻ കൺട്രിയിലോ, അതാണ് ഇതിൻ്റെ അർത്ഥം. ഇത് നമ്മൾ ഇടയ്ക്ക് കാണാറുണ്ട്. സ്റ്റഡി എബ്രോഡ്, അതായത് പുറത്ത് പോയി പഠിക്കുക, അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു എബ്രോഡ്, ഞാൻ പുറത്തേക്ക് പോവുകയാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ കൂട്ടുകാർ ഇന്നത്തേക്ക് ഇത്ര വാക്കുകളുള്ളൂ, ബാക്കി നമുക്ക് നാളെ പഠിക്കാം.